റെഗുലറായി കളിക്കുന്ന ആൾക്കാർ, വല്ലപ്പോഴും ഒഴികെ കളിക്കാൻ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഈവൻ, ഈ ആൾക്കാർ, ഈ പ്ലെയേഴ്സിൽ യൂഷ്വലി ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയാണ് ലിഗമെൻറ്റ് ഇഞ്ചുറി. മുട്ട് അല്ലെങ്കിൽ നീ ജോയിൻറ്റിനെ നമുക്ക് എടുക്കാം. നീ ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ 2 എല്ലുകളാണ്, ടിബിയ, ഫീമർ. അതിനെ രണ്ടിനെയും ഹോൾഡ് ഓൺ ചെയ്യുന്ന 2 ലിഗമെൻറ്റ്സ്, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്, പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്. നമുക്കൊരു ഊഞ്ഞാലിനെ കൺസിഡർ ചെയ്യാം. ഊഞ്ഞാലിൻ്റെ 2 വള്ളികൾ ഒരേ ബാലൻസിൽ ഇക്വിലിബ്രിയത്തിൽ ഇരുന്നാൽ മാത്രമേ ആ ഊഞ്ഞാൽ ബാലൻസ്ഡ് ആകത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ACLും PCLും ലിഗമെൻറ്റ്സ് ഒരേപോലെ ടെൻഷനിലും നല്ലതുപോലെ ഇരുന്നാൽ മാത്രമേ മുട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ACL എന്ന് പറയുന്ന ലിഗമെൻറ്റ് മുട്ടിനെ മുന്നോട്ട് തള്ളാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിഗമെൻറ്റാണ്. PCL എന്ന് പറയുന്നത് അതേപോലെ തന്നെ അതിനെ പുറകോട്ട് തള്ളാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ മുട്ടിൻ്റെ ഇക്വിലിബ്രിയം പോകും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് അനാവശ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും, നമ്മളെ കാർട്ടിലേജിനെ പോയി ഉരയും. നേരത്തെ തേയ്മാനങ്ങൾ വരാനും കാലിൻ്റെ ബാലൻസ് പോകാനും, ആ ബാലൻസ് പോകുന്നത് മൂലം വീണത് മൂലം ഫ്രാക്ചേഴ്സ് ഉണ്ടാവാനും കൊമോബിറ്റീസ് ഉണ്ടാവാനും സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് ഇഞ്ചുറി ഉണ്ടായിട്ട് മുട്ടിലൊരു പോപ്പിംഗ് ശബ്ദം കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ് വരികയാണെന്നുണ്ടെങ്കിൽ സംശയം കൊണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഒരു കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സർജനെ കാണുക, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എടുക്കുക, ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് MRIയോ സ്കാനോ വഴി എടുക്കുക, അതിലൂടെ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് പ്രിഫർ ചെയ്യുക. അതിലൂടെ യു ക്യാൻ ഹാവ് എ ഹെൽത്തി ആൻഡ് നോർമൽ ലൈഫ് സ്റ്റൈൽ. സ്പിൻ ബൈക്കിംഗ് or static cycling, how healthy is it? It is a very healthy process. It is a very healthy exercise. It is a cardio exercise. There is a hidden factor where there is a early chances of arthritic changes in your knee. Why? Because you are only focused on burning your fat. You'll be cycling more long hours. What happens is, what regular wear and tear should happen in a joint gets exaggerated. And then the wear and tear which is supposed to happen in a normal pace, that also get exaggerated. So you will have early arthritic changes. How can you prevent this? Prevention is by not just focusing on the cardio part of the exercise. You have to strengthen your muscles too. Your quadriceps, your hamstrings, your calf muscles should be regularly strengthened. Power should be increased, mass of the muscle should be increased. Along with that, go for a cardio. Like I say, a marathon runner will focus only on the stamina to burn out his calories. He'll run for long hours. But a sprinter, he focuses on his muscles. He strengthens his muscles for more power. If you can collaborate both, strengthening exercises along with that cardio exercises, you will have a healthy knee, healthy body. Thank you.